ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആർട്ടിക്കിൾസ് ആണ് എടുക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതായത് ബിഫോർ ദ നൗൺസിൻ്റെ മുന്നേ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്. അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ ദയാണ് വരിക, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ എന്താ വരിക? എയും ആനും അല്ലേ? മൂന്ന് ഇതാണ് ഉള്ള ആർട്ടിക്കിൾസാണുള്ളത് പഠിക്കാനുള്ളത്. എയും ആനും ദായും അല്ലേ? അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് കുറേ വേർഡ്സ് എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് ഫോം ചെയ്യാമെന്നൊക്കെ പഠിക്കാം. അപ്പം എ വെച്ചിട്ട് എന്തൊക്കെയായിരിക്കും പഠിക്കുക? പറയാം, ഒന്ന് പറഞ്ഞേ. ഇതാ, അപ്പം മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നാ വരിക. മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. മേ ഐ ആസ്ക് ദ ക്വസ്റ്റ്യൻ എന്ന് വരുമോ? മേ ഐ ആസ്ക് ആൻ ക്വസ്റ്റ്യൻ എന്ന് വരുമോ? ഇല്ല, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് വരുള്ളൂ. ഓക്കെ. പിന്നെ ടെൽ മീ എ സ്റ്റോറി. ടെൽ മീ ദ സ്റ്റോറി എന്ന് വരില്ല, ടെൽ മീ ആൻ സ്റ്റോറി എന്ന് ഒരിക്കലും വരില്ല. ടെൽ മീ എ സ്റ്റോറി ഓക്കെ വരുള്ളൂ. പിന്നെ ഐ സീ എ പപ്പി. ഞാനൊരു പട്ടീനെയോ പൂച്ചനെയോ എന്താ കണ്ടു എന്നാണ് പറയുന്നത്. ഐ സീ എ പപ്പി എന്നാണ് വരിക. ഓക്കെ. പിന്നെ ദ വരുന്ന കേസ് എന്ന് പറയുന്നത് ദാ, ക്യാൻ യു ലിഫ്റ്റ് ദ ബോക്സ്. ബോക്സ് പൊന്തിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് ബോക്സ് പൊന്തിക്കാൻ പറ്റുമോ? ക്യാൻ യു ലിഫ്റ്റ് എ ബോക്സ് എന്ന് പറയില്ല, ക്യാൻ യു ലിഫ്റ്റ് ആൻ ബോക്സ് എന്ന് ഒരിക്കലും പറയില്ല. ക്യാൻ യു ലിഫ്റ്റ് ദ ബോക്സ് എന്ന് പറയുക. പിന്നെ സെൻഡ് മീ എ കാർഡ്. സെൻഡ് മീ എ കാർഡ് എന്നാ പറയാം. കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഐ ക്യാൻ റീഡ് എ ബുക്ക്. എ ബുക്ക് എന്നാ പറയാം. ഓക്കെ. അപ്പോൾ എന്നൊക്കെയാണ് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്തു. ഓക്കെ. ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലാഷ് കാർഡ്സ് കുറച്ച് കാണിച്ചതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ നോട്ട്സ് തരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ. ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത് ഞാൻ കുറച്ച് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതും കൂടി നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എ, ആൻ, ദ. ഓക്കെ. മൈ നെയ്ബർ ഈസ് എ ഫോട്ടോഗ്രാഫർ. എൻ്റെ നെയ്ബർ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. എ ഫോട്ടോഗ്രാഫർ എന്നാണ് പറയാം. ദ ഫോട്ടോഗ്രാഫർ എന്ന് പറയില്ല, ആൻ ഫോട്ടോഗ്രാഫർ എന്നും പറയില്ല. എവിടെയാണ് ആൻ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞുതരാം. ആസ്ക് ഹിം, അതായത് ആ ഫോട്ടോഗ്രാഫറെ എടുത്ത് പോയിട്ട് ചോദിക്കാൻ ഒരു അഡ്വൈസ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കളർ ഫിലിമോ ഷോർട്ട് ഫിലിമോ എന്തെങ്കിലുമൊക്കെ എടുക്കണം ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിൻ്റെ ഫോട്ടോഗ്രാഫറിൻ്റെ അഡ്വൈസ് വേണം. അപ്പോൾ ഈ അഡ്വൈസിന് മുന്നേ എന്ത് വയ്ക്കും? ആൻ എന്ന് വെക്കുക. അവിടെ എയോ ദയോ വെക്കില്ല. ഓക്കെ. ആൻ എന്ന് വെക്കുക. ആൻ അഡ്വൈസ് എന്ന് പറയും. ആസ്ക് യുവർ ഫ്രണ്ട് ഓർ എ ഫോട്ടോഗ്രാഫർ ഫോർ ആൻ അഡ്വൈസ് അബൌട്ട് കളർ ഫിലിംസ്. ഓക്കെ. ആൻ അഡ്വൈസ്. പിന്നെ ഹീ ലിവ്സ് ഓൺ ദ ടോപ്പ് ഫ്ലോർ എന്ന് പറയാം. ഒരു വീട്ടിൻ്റെ പഴയ വീട്ടിൻ്റെ മുകളിൽ ടോപ്പ് ഫ്ലോർ, ഓൺ ദ എന്നാ വരിക. അവിടെയാണ് ദ യൂസ് ചെയ്യുക. ദ യൂസ് ചെയ്യുന്ന വേറെ കേസസ് ഉണ്ട്. ഇവിടെയാണ് ദ യൂസ് ചെയ്യുക. പിന്നെ ഓൺ ദ ടോപ്പ് ഫ്ലോർ ഓഫ് എ ഹോൾഡ് ഹൗസ് വെൻ ദ വിൻഡ് ബ്ലോസ് എന്നാ പറയാം. കാറ്റ് ബ്ലോ ചെയ്യുമ്പോൾ ദ, അവിടെ ദയാണ് വരിക. ഓൾ ദ വിൻഡോസ് റാറ്റൽ. അങ്ങനെ അടയും തുറക്കും, അങ്ങനെ കാറ്റിൻ്റെ സമയത്ത് ജനൽ കടിക്കുന്ന കണ്ടില്ലേ, അതുപോലെ. അപ്പോൾ അവിടെയൊക്കെ ദയാണ് വെക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസിൽ 3 ദ വെക്കുന്ന കേസാണ് ഇത് പറഞ്ഞത്. ഓക്കെ. പിന്നെന്താ, അപ്പോൾ ഞാൻ ഇവിടെ വായിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നോട്ട്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ തരാം. ഇത് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, നോട്ട്സ് എഴുതിയെടുക്കണം. ഓക്കെ. എല്ലാം കൂടി ക്ലാസ്സിൽ പറഞ്ഞു പോകാനുള്ള ടൈമില്ല, അതിനുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഇടാമെന്ന് പറഞ്ഞത്. അപ്പോൾ നോട്ട്സ് എഴുതിയെടുക്കണേ. ഗ്രൂപ്പിൽ മാത്രം അങ്ങനെ വെച്ചാൽ പോരാ, നോട്ട്സ് എഴുതിയെടുത്തേ പറ്റും. ഇതും ഒക്കെ എഴുതിയെടുക്കാനുള്ളത് തന്നെയാണ്, അതാണ് ബോർഡിൽ എഴുതിയത്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മൈ നെയ്ബർ ഈസ് എ ഫോട്ടോഗ്രാഫർ. അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ ആൻ എന്ന് വയ്ക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. നമുക്ക് അടുത്ത കേസ് പഠിക്കാം. ഹീ ഈസ് എ വെജിറ്റേറിയൻ. ഈസ് എ വെജിറ്റേറിയൻ എന്ന് പറയാം. ഈസ് വെജിറ്റേറിയൻ. ഈസ് വെജിറ്റേറിയൻ അങ്ങനെ പറയുള്ളൂ. യു വോണ്ട് ഗെറ്റ് മീറ്റ് ഇൻ ഹിസ് ഹൗസ്, അറ്റ് ഹിസ് ഹൗസ് എന്നാണ് പറയാം. ഓക്കെ.
ഹി വിൽ ഗിവ് യു എ നട്ട് കട്ട്ലെറ്റ്. അത് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ പറയാം. ലാസ്റ്റ് ടൈം ഐ ഹാഡ് നട്ട് കട്ട്ലെറ്റ് ഐ ഹാഡ് ആൻ ഇൻഡിക്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെന്താ പറ, അടുത്ത എക്സാമ്പിൾസ് എന്തെങ്കിലും പറ. മിസ്റ്റർ സ്മിത്ത് ഈസ് ആൻ ഓൾഡ് കസ്റ്റമർ. ആൻ അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ആൻ ഓൾഡ് കസ്റ്റമർ എന്നാ പറയാം. എൻ്റെ പഴയൊരു കസ്റ്റമർ ആയിരുന്നു, അങ്ങനെ പറയാം. ആൻ ആൻ ഓൾഡ് ഓണസ്റ്റ് മാൻ. ഇപ്പോൾ 2 കേസിൽ നമുക്ക് 3 കേസിൽ അതാണല്ലോ പഠിച്ചു. ഈ 2 കേസിൽ ആൻ ഉള്ളത് ഇങ്ങനെ പറയാമെന്നാണ് ഇപ്പം പറഞ്ഞത്. മിസ്റ്റർ ഓൾഡ് സ്മിത്ത് ഈസ് ആൻ ഓൾഡ് കസ്റ്റമർ ആൻഡ് ആൻ ഓണസ്റ്റ് മാൻ. സത്യസന്ധതയുള്ള മനുഷ്യനായിരുന്നു. ഓക്കെ, അങ്ങനെ 2 ആന് 3 ഇതായ വെച്ചിട്ട് പഠിച്ചു. പിന്നെന്താ, ഓക്കെ, ഐ ആം ഓൺ ദ നൈറ്റ് ഡ്യൂട്ടി. ഞാൻ രാത്രി ഷിഫ്റ്റ് അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. ഐ ആം ഓൺ ദ നൈറ്റ് ഡ്യൂട്ടി. നേഴ്സ് ആയിരിക്കാം, ഡോക്ടറായിരിക്കാം. ഐ ആം ഓൺ ദ നൈറ്റ് ഡ്യൂട്ടി. വെൻ യു ഗോ ടു ദ ബെഡ് ഐ ഗോ ടു ദ വർക്ക്. 3 കേസസിൽ ഇതാവുന്നല്ലോ. ഐ ആം ഓൺ ദ നൈറ്റ് ഡ്യൂട്ടി. വെൻ യു ഗോ ടു ദ ബെഡ് ഐ ഗോ ടു വർക്ക്. ഐ ഗോ ടു ദ വർക്ക്. ഓക്കെ. പിന്നെ യങ്ങസ്റ്റ് ബോയ് ഹാസ് സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദ സ്കൂൾ. ദ എൽഡസ്റ്റ് ബോയ് ഈസ് അറ്റ് ദ കോളേജ്. 3 ഇതാ വന്നു അല്ലേ. അപ്പോൾ അതാ പറഞ്ഞ ചില കേസസിൽ 3 സെൻറ്റൻസിലൊക്കെ ദായോ ആനോ എയോ ഒക്കെ വരുന്ന കേസസും ഉണ്ടാവും. അല്ലാതെ ഒറ്റ സെൻറ്റൻസിൽ മാത്രമല്ല വരിക. അത് കണ്ടിട്ട് ഇതാക്കണ്ട. അപ്പോൾ സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ട് എന്നെ ഏതാ വരികയെന്ന് തീരുമാനിച്ച് അത് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ അത് ചേർത്ത് കൊടുക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ആർട്ടിക്കിൾസ് ചോദിക്കും. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആണോ? അപ്പം ഞാൻ നോട്ട്സ് തരാം, എഴുതിയെടുത്തോളൂ. ബാക്കിയുള്ളത് ഞാൻ ഗ്രൂപ്പിൽ വിടാം. അത് ഇതിൻ്റെ നോട്ട്സിൻ്റെ കൂടുതൽ എഴുതിയിട്ട് എനിക്ക് നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യണം. നാളെ വേണ്ട, മറ്റന്നാൾ എനിക്ക് നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഞാൻ 2 ദിവസത്തെ സമയം ഞാൻ തരാം. ഓക്കെ, ഇതത്രയല്ലേ എഴുതാനുള്ളൂ. എന്നാലും നാളെ തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യാം നോട്ട്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ് ഹെഡിങ് കൊടുക്കും. ആർട്ടിക്കിൾസ് റെഫേഴ്സ് ടു ദ വേർഡ്സ് എ, ഇങ്ങനെ ബാറിട്ടാൽ മതി, ഹാഷ് മാർക്ക് എ ആൻഡ് ദ. ആർട്ടിക്കിൾസ് റെഫേഴ്സ് ടു ദ വേർഡ്സ് എ ആൻഡ് ദ. ആ എ ആൻഡ് ദ എന്നുള്ള ബോക്സിൽ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ നോട്ട്സ് മനസ്സിലാവും. മറ്റേ തിരഞ്ഞു ഉണ്ടാക്കേണ്ടി വരും നോട്ട്സ്. വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാവും. അല്ലാതെ ഞാൻ തമ്മി അവിടെ എഴുതി വെക്കുമ്പോൾ അതൊന്ന് എ ആൻഡ് ദ എന്നുള്ളത് ഒരു ബോക്സിൽ ബോക്സിൽ ഉണ്ടാക്കിയെടുക്കും. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ബിഫോർ ദ നോണിൻ്റെ മുന്നേ വരുന്നതാണ്. ടു ഇൻഡിക്കേറ്റ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിളിലാണ് ഇതാ വരിക. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ 2 ഉണ്ട്, എയും ആൻഡ്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ വെൻ. എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയും ആനും വരുമ്പോൾ. അപ്പം അത് എപ്പോഴാണ് ശരിക്കും യൂസ് ചെയ്യുക? എങ്ങനത്തെ കേസസിലായിരിക്കും എയും ആനും യൂസ് ചെയ്യുക? യൂസ്ഡ് വെൻ റെഫറിങ് ടു എ നൗൺ ദാറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ഓർ നോൺ ടു ദ സ്പീക്കർ ഓർ ടു ദ ലിസ്ണർ. നോൺ ടു ദ ലിസ്ണറാണ്. ലിസ്ണറിന് ആ കേസ് മീൻസ് ആ സംഭവം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് തോന്നാത്ത രീതി കേസസിൽ ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ഓർ ആൻ യൂസ് ചെയ്യുക. അതായത് എ ഈസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ് സ്റ്റാർട്ടിങ് ഇൻ കോൺസ്റ്റൻസ് ആൻഡ് ആൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് വൊവൽസ്. ഈ വൊവൽസ് ഇരിക്കുക എ ഇ ഐ ഒ യു സ്മോൾ ലെറ്റേഴ്സ് ആണ്. പിന്നെ കോൺസ്റ്റൻസ് അറിയില്ലേ? ഞാൻ അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും എടുക്കുക, വൊവൽസ് ആൻഡ് കോൺസ്റ്റൻസ്. പിന്നെ ഐ സോ എ കാറ്റ് ഇൻ ദ ഗാർഡൻ. ഞാനൊരു പൂച്ചക്കുട്ടിയെ എൻ്റെ പൂന്തോട്ടത്തിൽ കണ്ടു. ഐ സോ എ കാറ്റ് എന്നാണ് പറയാം. ഐ നീഡ്സ് ആൻ അംബ്രല. ആൻ എന്നാണ് അംബ്രലാൻ്റെ മുന്നേ വരിക. പിന്നെ
എന്താ പറയുക, അടുത്തത് എന്താ പറയുക, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ വരുന്ന കേസ് ഇൻ ഇന്നും കൂടി തെറ്റിക്കല്ലേ. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്ന് പറയും. യൂസ്ഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക? യൂസ്ഡ് വെൻ റെഫറിങ് ടു എ സ്പെസിഫിക് നൗൺ ദാറ്റ് ഈസ് ഓൾറെഡി നോൺ ടു ദ സ്പീക്കർ ആൻഡ് ടു ദ ലിസ്ണർ. രണ്ട് കൂട്ടർക്കും അറിയുന്ന കേസിലാണ്, സ്പെസിഫിക് നൗൺ കേസസിലാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുക. ഓക്കെ. വേർ ഇസ് ദ കാർ? ആ കാറിനൊക്കെ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിരിക്കണം, അല്ലാത്ത പക്ഷം അത് മറ്റേ കേസസിലേക്ക് പോകും, എ കാർ എന്നുള്ളതിലേക്ക് പോകും. ഓക്കെ. ഐ സോ ദ മൂവി ലാസ്റ്റ് നൈറ്റ്. ഓക്കെ. ദാറ്റ് മൂവി ഈസ് വെരി ബ്യൂട്ടിഫുള്ളി എന്താ പറയുക, ഡയറക്റ്റഡ്, അങ്ങനെ എന്തെങ്കിലും പറയാം. പിന്നെ ഐ ലൈക്ക് ദ ബുക്സ് വിച്ച് യു ഹാവ് ഗീവ് മീ. നീ എനിക്ക് തന്ന ബുക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദ ബുക്സ്. പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഭവം വെച്ചിട്ട് ദ എങ്ങനെ മെൻഷൻ ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയാം, മൗണ്ട് എവറസ്റ്റ്. സ്പെസിഫിക് നമുക്കറിയുന്ന എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് സ്പെസിഫിക് ടു ദ ബോത്ത് ലിസ്ണർ ആൻഡ് ദ സ്പീക്കർ. ഓക്കെ, മറ്റേത് അങ്ങനെ. പിന്നെ ലാസ്റ്റ് കേസിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, സീറോ ആർട്ടിക്കിൾ. ആ പേരിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നല്ലോ. ഇറ്റ്സ് എ നോൺ ആർട്ടിക്കിൾ. ആർട്ടിക്കിളും ഇല്ലാത്ത കേസിന് സീറോ ആർട്ടിക്കിൾ എന്ന് പറയും. ഐ ലൈക്ക് കാറ്റ്സ്. എനിക്ക് പൂച്ചനെ ഇഷ്ടമാണ്. അവിടെ എ ഉണ്ടോ, ആൻ ഉണ്ടോ, ദ ഉണ്ടോ? ഇല്ല. ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് ഇതിൻ്റെ സഹായം വേണം. അത്രേ പറഞ്ഞുള്ളൂ. ആ സെൻറ്റൻസ് അവിടെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അപ്പോൾ സീറോ ആർട്ടിക്കിളാണ്, നോ ആർട്ടിക്കിളാണ്. ഓക്കെ, ഇറ്റ്സ് എ ജനറൽ സെൻറ്റൻസ്. ഓക്കെ. അപ്പോൾ ഞാൻ ബാക്കി നോട്ട്സ് ഗ്രൂപ്പിലിടും. അത് ഈ ടെക്സ്റ്റിലുള്ള നോട്ട്സ് ഞാൻ ഗ്രൂപ്പിലിടുന്നുണ്ട്. അപ്പം അത് നോട്ട്സ് എഴുതിയെടുക്കുക. ഈ ബോർഡിലുള്ള നോട്ട്സും എഴുതിയെടുക്കണം. എന്നിട്ട് എനിക്ക് നോട്ട്സ് സബ്മിറ്റ് ചെയ്യണം മറ്റന്നാൾ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വോവൽസ്, കോൺസ്റ്റൻസ് ഒക്കെ എടുക്കാനുണ്ട്. ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.